ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്ന 3 സബ്ജക്റ്റുകളാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ആ 3 സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇനിയും മാസങ്ങളുണ്ട് എന്നുള്ളതിരിക്കെ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് 2025 ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനായിട്ട് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വാർത്തകൾ വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ കൊളംബോയിൽ നടന്ന ICCയുടെ മീറ്റിംഗ് ആയിരുന്നു. ആ ICCയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് വേറെ കുറെ അജണ്ടകൾക്ക് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. ഇങ്ങനെ ഒരു അജണ്ട അതിൽ ഇല്ലായിരുന്നു താനും. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ അവിടെ ഡിസ്കഷൻസ് നടക്കുമോ? കാരണം PCBയുടെ ചീഫായിട്ടുള്ള മോസിൻ നഖ്വിയും അതുപോലെ തന്നെ BCCI സെക്രട്ടറി ആയിട്ടുള്ള ജയ്ഷായും ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. ഇരുവരും തമ്മിലുള്ള ആ ഒരു മീറ്റിംഗിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻ നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഒന്നും അവിടെ തീരുമാനം എടുത്തിട്ടില്ല. കാരണം ഇത് അവരുടെ ഒരു അജണ്ടയിലുള്ള കാര്യമായിരുന്നില്ല. കാരണം ചാമ്പ്യൻസ് ട്രോഫി നടക്കാനായിട്ട് ഇനിയും ഒരുപാട് മാസങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളിൽ പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാന്റെ മുൻ താരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കമന്റുകൾ, ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കമന്റുകൾ, പാകിസ്ഥാന്റെ ഒഫീഷ്യൽസിന്റെ ഭാഗത്തു നിന്നുള്ള കമന്റുകൾ, ഇങ്ങനെ പല തരത്തിലുള്ള കമന്റുകൾ യൂട്യൂബ് ചാനലിലൂടെയും മറ്റുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കമന്റ് എന്ന് പറയുന്നത് ഹസൻ അലി എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഫാസ്റ്റ് ബോളറാണ്. 2017 ചാമ്പ്യൻസ് ട്രോഫിയിൽ അവർ വിജയം നേടുമ്പോൾ അവരുടെ ഫാസ്റ്റ് ബോളർ ആയിരുന്നു ഹസൻ അലി. ഈ കഴിഞ്ഞ T20 ലോകകപ്പിലൊന്നും അദ്ദേഹം ടീമിൽ ഉണ്ടായിരുന്നില്ല. ആക്റ്റീവായിട്ട് കളിക്കുന്ന ഒരു ക്രിക്കറ്ററാണ് ഹസൻ അലി. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പലപ്പോഴും ഇന്ത്യയിലേക്ക് ടൂർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ICCയുടെ ടൂർണമെന്റ് വരുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ മടി കാണിക്കാറില്ല. പക്ഷേ ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് വരാനായിട്ട് മടി കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയുടെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പാകിസ്ഥാനിലേക്ക് അവർ വരുന്നില്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് മറ്റുള്ള ടീമുകളെ വെച്ച് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഹസൻ അലിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമാണ് താനും. ഹസൻ അലി പറഞ്ഞത് ഇന്ത്യ വന്നില്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ടീമുകളെ വെച്ച് പാകിസ്ഥാനിൽ ഈ ചാമ്പ്യൻസ് ട്രോഫി നടത്താനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിഷയമാണ്. ഇന്ത്യ വരുന്നില്ല എന്ന് വെച്ചുകൊണ്ട് ഇത് ക്രിക്കറ്റിന്റെ അവസാനമൊന്നുമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഇതിനെ കളിയാക്കിക്കൊണ്ടും അല്ലെങ്കിൽ ഇതിനെ പരിഹസിച്ചുകൊണ്ടുമൊക്കെയുള്ള ഒരുപാട് ട്രോളുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഉത്തരം നൽകിയത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ മുൻ ചീഫായിട്ടുള്ള ഖാലിദ് മുഹമ്മദ് ആണ്. ഖാലിദ് മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് അദ്ദേഹം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചീഫായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലെ പലപ്പോഴും ഈ ICC മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് അദ്ദേഹം. അത് റമീസ് രാജയും അതുപോലെ തന്നെയായിരുന്നു. പാകിസ്ഥാന്റെ ചീഫായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അറിയാം ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ICCയുമായിട്ട് ഇതുപോലെയുള്ള ഒരു ICC ടൂർണമെന്റിൽ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്യുന്ന ഒരു സമയത്ത് എന്താണ് ICC ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നതെന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ് ഇവരിൽ. അപ്പൊ ഖാലിദ് മഹമ്മൂദ് പറഞ്ഞത് പാകിസ്ഥാൻ വെറുതെ ഇന്ത്യനെ ചൊടിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങൾ എന്തായാലും അല്ലെങ്കിൽ ഇന്ത്യൻ ടീം ഒരിക്കലും പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ ഒരു ഉത്തരം. അദ്ദേഹം പറയുന്നത് അവര് ICCയിൽ അത്രയും ശക്തരാണ്, അവരെ പ്രകോപിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് ഖാലിദ് മുഹമ്മദ് നൽകിയത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഇന്ത്യ അങ്ങോട്ട് ടൂർ ചെയ്യുന്നില്ല, പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പല ടീമുകളും അവരുടെ വഴി പിന്തുടരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് മുഹമ്മദ് നൽകിയ ഒരു ഉത്തരം എന്ന് പറയുന്നത്. അദ്ദേഹം എടുത്തു പറഞ്ഞ ചില ടീമുകൾ എന്ന് പറയുന്നത് ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ 3 സബ് കോണ്ടിനെന്റ് ടീമുകളാണ്. ഈ 3 ടീമുകളും ഇന്ത്യ പറഞ്ഞാൽ, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്യില്ല, അവർ ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കാതിരിക്കും എന്നുള്ള ഒരു ഉത്തരമാണ് അദ്ദേഹം നൽകിയത്. ഇന്ത്യ മാത്രമല്ല, നമ്മൾ ഇതിന്റെ ഒരു ഡിസ്കഷന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും ശക്തരായിട്ടുള്ള മറ്റു 2 ടീമുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോർഡുകൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടുമാണല്ലോ. അവരും ഇന്ത്യയുടെ വഴി പിന്തുടർന്നുകൊണ്ട് പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഇന്ത്യൻ ബോർഡിന് സപ്പോർട്ട് അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന അവരും പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഹസൻ അലിയെ പോലെയുള്ള താരങ്ങൾ ഈ പറയുന്നത് ഒരു മുഖവിലയ്ക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം ഇതിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ തീരുമാനം എടുക്കേണ്ടത് ICC ആണ്. അവരുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അവർ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മൂവ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഏറ്റവും അവസാനം ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ക്രിക്കറ്റ് ബോർഡിലുള്ള ചീഫ് മാറി വരുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു അഭിപ്രായമാണ് ഈ പറയുന്നതെല്ലാം പലപ്പോഴും. പക്ഷേ മുൻ ചീഫുമാരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവർക്കുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഖാലിദ് മുഹമ്മദ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് അതാണ്. രണ്ടാമത്തെ വിഷയം എന്ന്
പറയുന്നത് നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ രണ്ട് താരങ്ങളാണ് വിവ് റിച്ചർഡ്സും അതുപോലെ ബ്രയാൻ ലാറയും. വിവ് റിച്ചർഡ്സിന്റെ ഏകദേശം ഒരു അവസാന കാലഘട്ടത്തിലാണ് ബ്രയാൻ ലാറ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ തുടക്കം കുറിച്ചത്. വിവ് റിച്ചർഡ്സ് എനിക്ക് തോന്നുന്നു 1991 തോന്നുന്നു ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത്. 1990 ബ്രയാൻ ലാറ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും മികച്ച ഒരു ബാറ്ററായിരുന്നു കാൾ ഹൂപ്പർ എന്ന് പറയുന്ന സ്ഥാനം. ആ ഒരു താരത്തിനെ പറ്റി നമ്മൾ ഒരു 1990-കളിലൊക്കെ കളി കണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കാൾ ഹൂപ്പറിന്റെ ഒരു ബാറ്റിംഗ് ശൈലി എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നു. ബ്രയാൻ ലാറ എഴുതിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിവ് റിച്ചർഡ്സ് അദ്ദേഹത്തിന്റെ ഒരു റിട്ടയർമെന്റ് കാലമായിരുന്നു. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു താരമായിരുന്നു. ഞാനും കാൾ ഹൂപ്പറും ഒക്കെ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിലേക്ക് അരങ്ങേറ്റം കുറിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ വളരെ വളരെ ടഫ് ആയിട്ടുള്ള ഒരു താരമാണ് വിവ് റിച്ചർഡ്സ് എന്ന് ലോക ക്രിക്കറ്റിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം. അദ്ദേഹം വളരെ ഒരു എന്താ പറയുക അഗ്രസീവ് ആയിട്ടുള്ള താരമായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം വളരെ അരഗന്റ് ആയിട്ടുള്ള ഒരു താരമായിരുന്നു എന്നുള്ളതൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രയാൻ ലാറ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളെ യങ്സ്റ്റേഴ്സിനെയൊക്കെ ടഫ് ആക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും അദ്ദേഹം ഞങ്ങളോട് വളരെ പരുഷമായിട്ട് പെരുമാറുകയും ഞങ്ങളെ കരയിപ്പിക്കുകയുമായിരുന്നു എന്നുമാണ് ബ്രയാൻ ലാറ പറഞ്ഞൊരു കാര്യം. ബ്രയാൻ ലാറ പറഞ്ഞത് അതൊരു സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എന്നെ 3 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെയാണ് കരയിക്കുന്നത്. പക്ഷേ കാൾ ഹൂപ്പർ അങ്ങനെയല്ല, കുറച്ചൊരു നാണം കുടുങ്ങിയായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലെയും കാൾ ഹൂപ്പറിനെ കരയിക്കുക എന്നുള്ളത് വിവ് റിച്ചർഡ്സിന്റെ ഒരു ഹോബിയാണ് എന്നുള്ള രീതിയിലായിരുന്നു ബ്രയാൻ ലാറ ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അത് വലിയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. ആ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെ മീഡിയയിലും ഒക്കെ പബ്ലിഷ് ചെയ്ത സമയത്ത് അതിനെതിരെ വിവ് റിച്ചർഡ്സും കാൾ ഹൂപ്പറും രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം റെസ്പെക്ട് ഉള്ള ഒരു താരമാണ് ബ്രയാൻ ലാറ, പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, ഞാനും കാൾ ഹൂപ്പറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ അഭേദ്യമായ ഒരു ബന്ധമാണ്. കാൾ ഹൂപ്പർ വിവ് റിച്ചർഡ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെയാണ്. കാൾ ഹൂപ്പർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും ഒരു സീനിയർ താരമായിരുന്നു. ഞങ്ങൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ ഒരു താരമാണ് വിവ് റിച്ചർഡ്സ്. അതുകൊണ്ട് തന്നെ ഞാനും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ വളരെ അടുത്തൊരു ബന്ധമാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ബ്രയാൻ ലാറ അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെതിരെ ബ്രയാൻ ലാറയോട് അതിന്റെ വിശദീകരണം തേടാൻ പോകുന്നു എന്നുള്ള വാർത്തകൾക്ക് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൽ സജീവമാണ്. ഇനി മൂന്നാമത്തെ നമ്മുടെ ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ 2010 ഉണ്ടായ ഒരു സംഭവമാണ്. അത് വിവരിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഓസ്പിനറായ രവിചന്ദ്രൻ അശ്വിനാണ്. രവിചന്ദ്രൻ അശ്വിൻ ഈ അടുത്തിടെ പുറത്തിറക്കിയ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി കുട്ടി സ്റ്റോറി ഓഫ് ക്രിക്കറ്റ് എന്നുള്ള പേരിൽ, അങ്ങനെ ഒരു പേരിലാണ് ആ ബുക്ക് അദ്ദേഹം ഇറക്കിയിരിക്കുന്നത്. ആ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രസകരമായ ഒരു സംഭവം നമ്മുടെ മലയാളി താരമായിരുന്ന ശ്രീശാന്തിനെ പറ്റിയും കൂടിയാണ്. അത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു ക്യാപ്റ്റൻസി ഉണ്ടായിരുന്ന സമയം 2010 ഇന്ത്യയുടെ സൗത്ത് ആഫ്രിക്കൻ ടൂറിലാണ് ഈ സംഭവത്തിന് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്ന രീതിയിലാണ് അശ്വിൻ അത് വിവരിച്ചിരിക്കുന്നത്. ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിൽ പര്യടനത്തിന് പോയിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു പര്യടനത്തിന്റെ സമയത്ത് ഇന്ത്യ ഫീൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിനും ശ്രീശാന്തും മുരളി വിജയും ഇവരെല്ലാവരും തന്നെ ലെവലിൽ കളിക്കുന്നില്ല. അവരെല്ലാവരും പുറത്തിരിക്കുകയാണ്, റിസർവ് താരങ്ങളാണ്. അവരെല്ലാവരും ടീമിന്റെ ഡഗ്ഔട്ടിലുണ്ട്. ആ ഒരു സമയത്ത് അശ്വിൻ ഡ്രിങ്ക്സുമായിട്ട് മഹേന്ദ്ര സിംഗ് ധോണിയുടെ അടുത്തെത്തിയപ്പോൾ ധോണി ചോദിക്കുന്നുണ്ട്, ശ്രീശാന്തിനെ ഡഗ്ഔട്ടിൽ കാണുന്നില്ലല്ലോ, അദ്ദേഹം എവിടെയാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. രവിചന്ദ്രൻ അശ്വിൻ അതിനുള്ള മറുപടിയായിട്ട് പറയുന്നത് മോളിലുണ്ട്, ഡ്രസ്സിംഗ് റൂമിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ധോണി അതിന് മറുപടി പറയുന്നത് താഴേക്ക് വരാൻ പറയൂ, ഡഗ്ഔട്ടിൽ ഒന്ന് ഇരിക്കാൻ പറയൂ എന്നുള്ളതാണ്. കാരണം എപ്പോഴും അശ്വിനാണ് ഈ ഡ്രിങ്ക്സുമായിട്ട് ഗ്രൗണ്ടിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ ശ്രീശാന്തിനെ പുറത്തിരിക്കുമ്പോൾ ആ ഡ്രിങ്ക്സുമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക. ഏതായാലും 2-3 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുകയും വീണ്ടും വീണ്ടും അശ്വിൻ വരികയും അപ്പോഴൊക്കെ മഹേന്ദ്ര സിംഗ് ധോണി ഈ ചോദ്യങ്ങൾ എവിടെയാണ് ശ്രീശാന്ത് എന്നുള്ള ചോദ്യം ആവർത്തിക്കുകയും ചെയ്തു. മോളിൽ പോയിട്ട് അദ്ദേഹത്തിനോട് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഡഗ്ഔട്ടിൽ വന്ന് ഇരിക്കാനായിട്ട് പറയാനായിട്ട് അശ്വിനോട് പറയുകയും ചെയ്തു. അശ്വിൻ നേരെ ഡഗ്ഔട്ടിൽ വരുമ്പോൾ അവിടെ മുരളി വിജയ് ഇരിക്കുന്നുണ്ട്. അദ്ദേഹവും റിസർവ് താരമാണ്, കളിക്കുന്നില്ല. അപ്പോൾ മുരളി വിജയനോട് പറയുന്നുണ്ട്, നീ മുകളിൽ പോയിട്ട് ശ്രീശാന്തിനോട് പറയൂ ഇങ്ങനെ താഴെ വന്നിരിക്കാനായിട്ട് മഹിബായി പറയുന്നുണ്ട്. മുരളി വിജയ് അതിന് മറുപടിയായിട്ട് പറയുന്നത്, ഞാനായിട്ട് പറയില്ല, നീ തന്നെ പോയി പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. നേരെ അശ്വിൻ മുകളിൽ ചെന്നു ശ്രീശാന്തിനോട് ഈ കാര്യം വ്യക്തമാക്കുന്നു. അപ്പോൾ ശ്രീശാന്ത് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിനക്ക് ഡ്രിങ്ക്സ് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ്. വീണ്ടും അശ്വിൻ ഡ്രിങ്ക്സുമായിട്ട് ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി വീണ്ടും ചോദിക്കുന്നു, ശ്രീശാന്ത് താഴെ വന്നില്ലേ, ഡഗ്ഔട്ടിൽ കാണുന്നില്ലല്ലോ എന്നുള്ളത്. അതിൽ അശ്വിൻ അവിടെ അത്ഭുതം കൂറുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ മത്സരത്തിനിടയ്ക്കും ഇതെല്ലാം ഈ ഗ്രൗണ്ടിന് പുറത്തുള്ള ഈ ഡഗ്ഔട്ടിലെ കാര്യങ്ങളെല്ലാം ധോണി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് അശ്വിൻ അത് വിവരിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം ധോണി അപ്പം തന്നെ പറയുന്നത്, അന്ന് ഇന്ത്യൻ ടീമിന്റെ മാനേജർ ആയിരുന്ന രഞ്ജിത് ബിസ്വാൾ എന്ന് പറയുന്ന ഒറീസയിൽ നിന്നുള്ള ഒരു പഴയ താരമായിരുന്നു. അദ്ദേഹം ഇന്ത്യ അണ്ടർ 19 ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അദ്ദേഹമാണ് ആ ഒരു ടൂറിൽ ഇന്ത്യയുടെ മാനേജർ ആയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം
ഈ IPL ചെയർമാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു 2013-14 ആ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ രഞ്ജി ബിസ്വാളിനോട് പറയാനായിട്ട് അശ്വിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ശ്രീശാന്തിന് ഈ കളിയിൽ അല്ലെങ്കിൽ ഈ മത്സരത്തിൽ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നതോടുകൂടി അശ്വിൻ ആകെ വിളറിപ്പോവുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഈ മെസ്സേജ് എങ്ങനെയാണ് ഇനി ശ്രീശാന്തിനോട് പറയുന്നത്? നേരെ ചെന്ന് ശ്രീശാന്തിനോട് കാര്യം അവതരിപ്പിക്കുകയാണ്, വേറെ വഴിയില്ല പറയാതെ, കാരണം ക്യാപ്റ്റനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞ ഉടനെ തന്നെ ശ്രീശാന്ത് ഉടനെ ഡ്രസ്സൊക്കെ മാറി ഓടി താഴെ വന്നിരിക്കുകയാണ്. താഴെ വന്ന് അടുത്ത ഓവർ തൊട്ടിട്ട് ഈ ഡ്രിങ്ക്സിന്റെ സമയത്ത് ഡ്രിങ്ക്സുമായിട്ട് ഓടിപ്പോവുകയാണ്. പക്ഷെ അപ്പോഴൊക്കെ ധോനി ശ്രീശാന്തിൽ നിന്ന് ഡ്രിങ്ക്സ് സ്വീകരിക്കാതെ അപ്പോൾ തന്നെ ഈ അശ്വിനെ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, രഞ്ജി ബിസ്വാളിന്റെ അടുത്ത് പറഞ്ഞോ? അപ്പോൾ ഇങ്ങനെ ഒരു രസകരമായ സംഭവം, ധോനിയുടെ ആ ഒരു എന്താ പറയുക, ടീം കളിക്കുന്ന സമയത്ത് എല്ലാവരും ടീമിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം എന്നുള്ള ഒരു മെസ്സേജ് കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കണം മേ ബി അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. റിസർവ് താരങ്ങളാണെങ്കിലും നമ്മുടെ ടീമിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു മെസ്സേജാണ് അദ്ദേഹം ഇതിലൂടെ കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും അശ്വിൻ അത് വളരെ രസകരമായിട്ട് ആ സംഭവം വിവരിച്ചിട്ടുണ്ട്. പിന്നീട് അശ്വിൻ പറയുന്നുണ്ട് ആ മത്സരത്തിന് ശേഷം അവർ രണ്ടുപേരും തമ്മിൽ ആ പ്രശ്നങ്ങൾ പാച്ചപ്പ് ചെയ്തു എന്നുള്ളത്. അതായത് ശ്രീശാന്തും മഹേന്ദ്ര സിംഗ് ധോണിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ തന്നെ പറഞ്ഞത് തീർത്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളായിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങൾ എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.